നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ CPM-ന്റെയും ഇടത് പാർട്ടികളുടെയും രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച ചോദ്യങ്ങൾ നാലാ കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുകയാണ്. ഭരണത്തിലിരിക്കുന്ന കേരളത്തിൽ ഒരു സീറ്റിൽ മാത്രമാണ് CPM-ന് ഇപ്പോൾ വിജയിക്കാനായിരിക്കുന്നത്. പ്രതീക്ഷയുണ്ടായിരുന്ന പല സീറ്റുകളിലും LDF-ന് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണ് ചെയ്യപ്പെട്ടത്. കേരളത്തിൽ മാത്രമല്ല, പതിറ്റാണ്ടുകളോളം ഇടതു പാർട്ടികൾ അധികാരത്തിലിരുന്ന പശ്ചിമ ബംഗാളിൽ പോലും അല്ലെങ്കിൽ ത്രിപുരയിൽ പോലും സമാനമായ സ്ഥിതി തന്നെയാണ് ഉള്ളതും. പശ്ചിമ ബംഗാളിൽ CPM-ന്റെ വോട്ട് വിഹിതം കേവലം 5.66% മാത്രമാണ്. CPI-ക്ക് ലഭിച്ചതോ 0.22% വോട്ടുകൾ മാത്രവും. നോട്ടയ്ക്ക് പോലും ബംഗാളിൽ 0.87% വോട്ടുകൾ ലഭിച്ചിരുന്നു. BJP-ക്ക് 38.73% വോട്ടുകൾ ലഭിച്ചപ്പോഴാണ് CPM-ഉം CPI-യും നിലയില്ലാ കയത്തിലേക്ക് വീണുപോയത്. ത്രിപുരയിലെ 2 സീറ്റുകളിലും BJP-യാണ് വിജയിച്ചത്. ഇവിടെ CPM-ന് 12.44% വോട്ടുകളാണ് ലഭിച്ചത്. BJP-ക്കാകട്ടെ 70.72% ലഭിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ നിയമസഭയിലേക്കും വിധി എഴുതുന്നത് നടത്ത ഒഡീഷയിൽ നിയമസഭയിലേക്ക് ഒരു സീറ്റിൽ CPM വിജയിച്ചു. എന്നാൽ ലോക്സഭയിലേക്ക് വൻ പരാജയമായിരുന്നു. ബൊണ്ണായി മണ്ഡലത്തിൽ മത്സരിച്ച ലക്ഷ്മൺ മുണ്ടയാണ് നിയമസഭയിലേക്ക് വിജയിച്ചത്. ലോക്സഭയിൽ 21 സീറ്റുകളും 19 നേടി BJP വൻ വിജയം നേടിയപ്പോൾ CPM-ന് കേവലം 0.2% വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. CPI-ക്കാകട്ടെ 0.3%. കേരളത്തിന് പുറത്ത് 5 സീറ്റുകൾ മാത്രമാണ് ഇടതു പാർട്ടികൾക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. ഇതിൽ 4ഉം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച തമിഴ്നാട്ടിലാണ്. CPM-ഉം CPI-യും 2 സീറ്റുകൾ വീതമാണ് ലഭിച്ചത്. DMK-യുടെ ഉൾപ്പെടെ വലിയ സഹായത്തോടെയാണ് ഈ വിജയം അവർക്ക് ലഭിച്ചതെന്ന് ഇടത് കേന്ദ്രങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. രാജസ്ഥാനിലെ സർക്കാരാണ് വിജയിച്ച വേറൊരു മണ്ഡലം. കേരളത്തിൽ തുടർഭരണം കയ്യിൽ ഉണ്ടായിട്ടും ആലത്തൂരിൽ മാത്രമാണ് ഇടതിന് വിജയിക്കാനായതും.